മറയ്ക്കപ്പെട്ട സത്യങ്ങൾ, തെളിയാത്ത കുറ്റകൃത്യങ്ങൾ, ഓരോ തെളിവും ഓരോ കഥ പറയുന്നു. നിയമത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. നീതിക്കായുള്ള പോരാട്ടം തുടരുന്നു. ഇരുളിൽ ഒളിച്ച കൈകൾ, നിഗൂഢമായ നീക്കങ്ങൾ. എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നിയമത്തിന് മുന്നിൽ സത്യം തെളിയുക തന്നെ ചെയ്യും. കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ തേടി ഞങ്ങളും യാത്ര തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. കാണാതായ മകനെ തേടിയുള്ള ഒരു അച്ഛന്റെ 6 വർഷത്തെ യാത്രയ്ക്ക് ദുഃഖകരമായ അവസാനം. മകൻ വിജിലിനെ കാണാനില്ലെന്ന് കോഴിക്കോട് ഇലത്തൂർ സ്വദേശി പോലീസിൽ പരാതി നൽകിയത് 2019 മാർച്ചിലാണ്. പക്ഷേ പോലീസിന് വിജിലിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. 2019 തുടങ്ങിയ അന്വേഷണം 6 വർഷങ്ങൾക്കിപ്പുറം അവസാനിക്കുമ്പോൾ കിട്ടിയ ഉത്തരം വിജിൽ ജീവിച്ചിരിപ്പില്ല എന്നതാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മിസ്സിംഗ് കേസുകളിൽ തുടരന്വേഷണം നടത്തിയപ്പോഴാണ് വിജിലിന്റെ കേസിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിജിലിനെ കാണാനില്ലെന്ന് പറഞ്ഞ ദിവസം 2019 മാർച്ച് 24. കോഴിക്കോട് സരോവരത്ത് വെച്ച് കൂട്ടുകാരുമൊത്ത് ആഘോഷത്തിലായിരുന്നു വിജിൽ. അമിതമായ ലഹരി ഉപയോഗം വിജിലിന്റെ ആരോഗ്യത്തെ ബാധിച്ചു. കുഴഞ്ഞു വീണ മരണം സംഭവിച്ചു. ഇതറിയാതെ മദ്യലഹരിയിലായിരുന്ന കൂട്ടുകാർ വിജിലിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി. 2 ദിവസത്തെ പഴക്കത്തോടെ വിജിലിന്റെ മൃതശരീരം കണ്ടു ഞെട്ടിയ കൂട്ടുകാർ മരണവിവരം പുറത്തു പറയാതെ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിജിലിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം പുറത്തു വന്നത്. എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, പൂവാട്ടുപറമ്പ് സ്വദേശി ദീപേഷ്, വേങ്ങേരി സ്വദേശി മഞ്ജിത്ത് എന്നിവരെ പോലീസ് പിടികൂടി. പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംഘം സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് വിജിലിന്റെ ബൈക്ക് കണ്ടെടുത്തു. പിന്നീട് വിജിലിനെ കുഴിച്ചുമൂടിയ സരോവരത്ത് പരിശോധന തുടങ്ങി. 3-ാം നാൾ വിജിലിന്റെ ഷൂ കണ്ടെടുത്തു. തുടർന്ന് 50 മീറ്ററിലധികം ദൂരത്തെ ചെളിയും കല്ലും മരത്തടികളും മാറ്റിയപ്പോൾ വിജിലിന്റെ അസ്ഥിഭാഗങ്ങൾ, വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, കെട്ടിത്താഴ്ത്തിയ കല്ലുകൾ, കയറുകൾ എന്നിവ കണ്ടെടുത്തു. വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും DNA സാമ്പിളുകൾ ശേഖരിച്ചാണ് വിജിലിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്ന് സ്ഥിരീകരിച്ചത്. കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വാരസ്യങ്ങൾ പിന്നീടത് വൈരാഗ്യമാകുന്നു. ഇക്കാലത്ത് പലപ്പോഴും അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. കോട്ടയം പൂവത്തുമൂട്ടിൽ അധ്യാപികയായ ഭാര്യയെ സ്കൂളിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ്. പൂവത്തുമൂട്ടിൽ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയായ ഡോണിയയ്ക്കാണ് പരിക്കേറ്റത്. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം. ആ റിപ്പോർട്ടിലേക്ക്. ഗവൺമെന്റ് LP സ്കൂളിലെ ഓഫീസ് മുറിയിൽ ഈ മാസം 11 രാവിലെയാണ് സംഭവം. സ്കൂൾ അധ്യാപികയായ ഡോണിയയ്ക്കാണ് ഭർത്താവ് കൊച്ചുമോന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. സ്കൂളിലെത്തിയ കൊച്ചുമോൻ ക്ലാസ് എടുക്കുകയായിരുന്ന ഡോണിയയെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ കൊച്ചുമോൻ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഇവരുടെ കഴുത്തിൽ വരയുകയായിരുന്നു. മുറിവേറ്റ ഇവരെ ഉടൻ തന്നെ അധ്യാപകർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് 10:45 സംഭവം എന്നാണ് അച്ഛമ്മ പറഞ്ഞത്. തമ്മിൽ ഈ ടീച്ചറുമായിട്ട് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഭർത്താവ് പലതവണ ഇവരെ വെളിയിലേക്ക് അന്വേഷിക്കുന്നത്, ഇവർ വന്നോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കുടുംബ പ്രശ്നം ഇതായി അയാളിവിടെ വന്നു. ഉടനെ ഈ മുറിയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. അവരെ കണ്ടു. കത്തി പോലെ എന്തോ ഒരു കരിക്കത്തി പോലെ ഒരു സാധനം വെച്ച് കഴുത്ത് മുറിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. ഇവർ ഓടി ഓഫീസ് റൂമിൽ കയറി. ഓഫീസ് റൂമിലും വെച്ച് ഇതേ അറ്റംപ്റ്റ് നടന്നു. ആ സമയത്താണ് നമ്മുടെ വാട്ടർ ഹൗസ്, ഇവിടെയൊക്കെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ഹൗസ് ഉണ്ട്, അവിടുന്ന് ആൾക്കാർ പോയി ബാക്കിയുള്ളവർ ഒച്ച വെച്ചപ്പോൾ അയാൾ ഓടിപ്പോയെന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ ഡോണിയയുടെ പരുക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഒളിവിൽ പോയ കൊച്ചുമോനെ പാമ്പാടിയിൽ വെച്ച് പോലീസ് പിടികൂടി. മോസ്കോ സ്വദേശികളായ ഡോണിയയും കൊച്ചുമോനും തമ്മിൽ നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പതിവായിരുന്നു. ഇരുവരും തമ്മിലുള്ള വഴക്ക് അതിരൂക്ഷമായതോടെ ഡോണിയ നൽകിയ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് കൊച്ചുമോനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീടും പരപുരുഷ ബന്ധം ആരോപിച്ച് കൊച്ചുമോൻ മർദ്ദനം തുടർന്നതോടെ ഡോണിയ ഏറ്റുമാനൂരിലെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലാണ് താമസിച്ചു വന്നിരുന്നത്. സി മലയാളം ന്യൂസ്, കോട്ടയം. പാലായിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ യുവാവ് കൊല്ലപ്പെട്ടു. വീടു നിർമ്മാണത്തിനെത്തിയവർ തമ്മിൽ മദ്യലഹരിയിൽ പരസ്പരം കുത്തുകയായിരുന്നു. ആലപ്പുഴ കളർകോട് സ്വദേശി ബിബിൻ യേശുദാസാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബിനീഷ് പിടിയിലായിട്ടുണ്ട്.
46-കാരനായിരുന്നു കൊല്ലപ്പെട്ട ബിബിൻ യേശുദാസ്. ഇയാളുടെ സുഹൃത്താണ് പ്രതി ബിനീഷ്. നിർമ്മാണം കഴിഞ്ഞ വീട്ടിലെ വെൽഡിംഗ് ജോലികൾക്കെത്തിയതായിരുന്നു ഇരുവരും. ഒരാളുടെ കൂട്ടുകാരിക്ക് മറ്റേയാൾ മെസ്സേജ് അയച്ചതിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. തർക്കം ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ഇരുവരും പരസ്പരം കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് സി മലയാളം ന്യൂസിനോട് പറഞ്ഞു. പാലാ മുരിക്കുംപുഴ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ ഇന്നലെ രാത്രി 9:30 സംഭവം. കുത്തേറ്റതിന് പിന്നാലെ ഗുരുതര പരിക്കുകളോടെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ബിബിൻ മരിച്ച വിവരമറിയാതെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ബിനീഷ് പിടിയിലായത്. സി മലയാളം ന്യൂസ്, കോട്ടയം. വൈരാഗ്യം തോന്നിയാൽ ആയുധം കയ്യിൽ കരുതിയാണ് വാക്കുതർക്കത്തിലേർപ്പെടുന്നത്. സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ആയുധം ഉപയോഗിക്കുന്നു. അത്തരത്തിൽ സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്തെ തുടർന്നുണ്ടായ സംഘർഷം കലാശിച്ചത് കൊലപാതകത്തിലാണ്. തൃശൂർ പറപ്പൂക്കരയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം. പറപ്പൂക്കരയിൽ രാത്രി 9-ഓടെയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകമുണ്ടായത്. സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനുള്ള വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. അയൽവാസി 27 വയസ്സുള്ള പറപ്പൂക്കര സ്വദേശി അഖിലാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ രോഹിത്തിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണം. അഖിലിന്റെ വീടിന് മുൻപിലെ റോഡിൽ വെച്ചാണ് ഇവർ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ കുത്തേറ്റ് അഖിൽ നിലത്ത് വീണു. കത്തി ഉപയോഗിച്ചാണ് രോഹിത് അഖിലിനെ കൊലപ്പെടുത്തിയത്. പിന്നാലെ പ്രതികൾ സംഭവ സ്ഥലത്തു നിന്നും ബൈക്കിൽ രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ രോഹിത് ഉൾപ്പെടെ 2 പ്രതികളെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. പറപ്പൂക്കര സ്വദേശി പോപ്പി എന്നറിയപ്പെടുന്ന ബിബിനാണ് മറ്റൊരു പ്രതി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് BD കേസുകളിൽ പ്രതിയാണ് മുഖ്യപ്രതി രോഹിത്. മറ്റൊരു പ്രതിയായ വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്തതടക്കം 4 കേസുകളിലെ പ്രതിയാണ്. മുന്നും പിന്നും ചിന്തിക്കാതെ എതിരെ നിൽക്കുന്നവർ ബന്ധുക്കളാണെന്ന് പോലും ഓർക്കാതെ ആക്രമിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അത് ഒരു ജീവൻ നഷ്ടമാകാൻ വരെ കാരണമായേക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലത്താണ് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടത്. അച്ഛനും മകനും അടക്കം 3 പേരാണ് കേസിലെ പ്രതികൾ. നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലം ആര്യങ്കോട് എതുക്കരവിള മിനിഭവനിൽ സത്യരാജ് എന്ന 61-കാരൻ കൊല്ലപ്പെട്ടത് വീട്ടിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടപ്പോഴാണ്. സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞ അച്ഛനും മകനും പിടിയിലായതോടെ കേസിൽ 3 പ്രതികളും പിടിയിലായി. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ബന്ധുക്കളുടെ മർദ്ദനത്തിനിരയായാണ് സത്യരാജിന്റെ മരണം. കൊല്ലപ്പെട്ട സത്യരാജിന്റെ വീടിന് സമീപത്താണ് സഹോദരൻ മനോഹരൻ താമസിക്കുന്നത്. മനോഹരനും ഭാര്യ ഷൈനിയും തമ്മിൽ സാമ്പത്തിക വിഷയത്തെ ചൊല്ലിയുണ്ടായ തർക്കം ഷൈനി തന്റെ വീട്ടുകാരെ അറിയിച്ചു. തുടർന്ന് കീഴാരൂർ കാവല്ലൂരിൽ താമസിക്കുന്ന ഷൈനിയുടെ അച്ഛൻ ആൽബി, ഇയാളുടെ മക്കളായ ജോയി, ജോഷി എന്നിവർക്കൊപ്പം മനോഹരന്റെ വീട്ടിലെത്തി. തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലായി. ബഹളം കേട്ട് മനോഹരന്റെ വീട്ടിൽ എത്തിയതായിരുന്നു സഹോദരനായ സത്യരാജ്. ഇതിനിടയിൽ സത്യരാജിന്റെ തലയ്ക്ക് അടിയേറ്റ് ഗുരുതരമായ പരിക്ക് പറ്റിയ സത്യരാജിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നൽകി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തെള്ളുംകുഴി കരുമ്പുനട്ടവിള പുത്തൻ വീട്ടിൽ ജോയി കേസിലെ 1-ാം പ്രതിയും, കീഴാരൂർ നിർമാല്യം ജോയി ഭവനിൽ ജോസ്, മകൻ ജോഷി എന്നിവരുമാണ് മറ്റ് പ്രതികൾ. 1-ാം പ്രതിയായ ജോയിയെ പോലീസ് ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ മറ്റു 2 പ്രതികളെയും പിന്നീടാണ് ആര്യൻകോട് പോലീസ് പിടികൂടിയത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കിയിൽ വയോധികയെ വീടിനുള്ളിൽ കെട്ടിയിട്ട് മോഷണം നടത്തിയതായി പരാതി. രാജകുമാരിയിലാണ് ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമടങ്ങുന്ന സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി പകൽ സമയത്ത് മോഷണം നടത്തിയത്. 1.5 പവൻ സ്വർണവും 5000 രൂപയും മോഷണത്തിൽ നഷ്ടപ്പെട്ടു. രാജകുമാരി നടുമറ്റം സ്വദേശിയായ 80 വയസ്സുകാരി മറിയക്കുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്.
രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മറിയക്കുട്ടി മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെത്തിയ സംഘം കുടിക്കാൻ വെള്ളം ചോദിക്കുകയും വെള്ളമെടുക്കാനായി വൃദ്ധ വീടിനുള്ളിലേക്ക് പോയപ്പോൾ പുറകെ കയറുകയുമായിരുന്നു. തുടർന്ന് ഡൈനിങ് ടേബിളിൽ മറിയക്കുട്ടിയെ കെട്ടിയിട്ടു. മാലയും പണവും അപഹരിച്ച് സംഘം കടന്നുകളഞ്ഞു. സമീപത്ത് തടി കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളെ വയോധിക വിവരമറിയിച്ചതിന് പിന്നാലെയാണ് രാജാക്കാട് പോലീസ് സംഭവം അറിയുന്നത്. വഴി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ ആദ്യം വെള്ളം കുടിച്ചു, പിന്നെയും വെള്ളം വേണമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം എടുക്കാൻ പോയപ്പോൾ അമ്മ കയറി എന്നിട്ട് എന്താ ഉണ്ടായി? മൂടി കെട്ടി. അത് കഴിഞ്ഞ് അന്നേരം തന്നെ എൻ്റെ കയ്യിലെ മോതിരം മാല ഊരി പെട്ടിയല്ല കെട്ടിയിട്ടത്. അമ്മയുടെ മുഖം മൂടി കെട്ടിയായിരുന്നു? മുഖം മൂടി കെട്ടി. മൂടി കെട്ടി. എന്നിട്ട് അമ്മയുടെ എന്നാ പറഞ്ഞു? അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത് സുഖമില്ലാത്ത ഇങ്ങനെ കാണിക്കല്ല, എനിക്ക് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. അത് സാരമില്ലെന്ന് പറഞ്ഞു. മിണ്ടരുന്നത് മിണ്ടിയ ഇങ്ങനെ അരുവ കഴുത്തിന് കാണിച്ചു. കത്തി കത്തിയുണ്ട്. വെട്ടും കൊണ്ടുവന്ന് അരുവ വെട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ഉപദ്രവിക്കുകയും ചെയ്തോ? വേറെ ഉപദ്രവിച്ചില്ല. കൈ ഇതുവരെ നീര് വെച്ചിരിക്കണല്ലേ? കയ്യിൽ 3 മോതിരം കൊണ്ടുപോയി, 1.5 പവനോളം മാല കൊണ്ടുപോയി, 3 പവനുണ്ടെന്ന് അമ്മ പറഞ്ഞു. പിന്നെ DVR എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് അത് എടുത്തുകൊണ്ടും പോയി. TV-യുടെ സ്വിച്ചും എല്ലാം കൊണ്ടുപോയി, പൈസയും കൊണ്ടുപോയി 5000 രൂപ. 3 അലമാരി, ഒരു അലമാരിയുടെ ചില്ലെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ബാക്കി 3 അലമാരിയുടെ തുണിയെല്ലാം വലിച്ച് അടിച്ച് പുറത്ത് കളഞ്ഞ് എല്ലാം തപ്പി എല്ലാം പുറത്തിട്ട് ബെഡിന്റെ അടിയിലെല്ലാം തക്കി താക്കോല് ചോദിച്ച് അമ്മേനെ കത്തി അടിച്ച് ഭീഷണിപ്പെടുത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. മേഖലയിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ജി മലയാളം ന്യൂസ്, ഇടുക്കി. ആര് എപ്പോൾ അക്രമാസക്തരാകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത കാലം. നിസ്സാര കാരണങ്ങളാണ് പലപ്പോഴും ആക്രമണത്തിൽ കലാശിക്കുന്നത്. പാലക്കാട് കഴിഞ്ഞ ദിവസം കുപ്പി നൽകാത്തതിനെ ചൊല്ലിയാണ് ഒരു സംഘം പെട്രോൾ പമ്പിൽ തീവെക്കാൻ ശ്രമിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമം നടന്നത്. ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാൻ എത്തിയതായിരുന്നു 3 പേരടങ്ങിയ സംഘം. കുപ്പി കൈവശമില്ലെന്നും ഒരു കുപ്പി പെട്രോൾ നിറച്ചു തരണമെന്നും ഇവർ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കുപ്പിയില്ലെന്ന് ജീവനക്കാർ മറുപടി നൽകി. പിന്നാലെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 2 പേർ പുറത്തിറങ്ങി പമ്പിൽ പരിശോധിക്കുകയും ഇതിനിടയിൽ ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തു. ഇത് വാക്കുതർക്കമായി മാറി. ആവശ്യപ്പെടുന്നവർക്ക് പമ്പിൽ നിന്നും കുപ്പി നൽകേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞായിരുന്നു ജീവനക്കാരോട് ഇവർ തട്ടിക്കയറിയത്. പിന്നാലെ ഓട്ടോയിൽ ഇവർ കരുതിയിരുന്ന ക്യാൻ ജീവനക്കാർക്ക് നൽകുകയും ജീവനക്കാർ അതിൽ പെട്രോൾ നിറച്ചു നൽകുകയും ചെയ്തു. ഇതിനുശേഷം വാങ്ങിയ പെട്രോൾ നിലത്തൊഴിക്കുകയും തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ജീവനക്കാർ ഇടപെട്ടതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണൂർ DYSPക്ക് പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചാണ് പരാതി. ജി മലയാളം ന്യൂസ്, പാലക്കാട്. തിരുവനന്തപുരത്ത് അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കുപ്രസിദ്ധ കുറ്റവാളി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തമ്പാനൂർ കണ്ണേറ്റുമുക്ക് സ്വദേശി അച്ചു എന്ന അനന്തുവാണ് പിടിയിലായത്. ഒക്ടോബറിലാണ് സംഭവം. അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ഉപദ്രവിച്ച ശേഷം ഒളിവിൽ പോവുകയായിരുന്നു തിരുവനന്തപുരം തമ്പാനൂർ കണ്ണേറ്റുമുക്ക് സ്വദേശി അച്ചു എന്ന അനന്തു. ഫോർട്ട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ C ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം തമ്പാനൂർ ഇൻസ്പെക്ടർ ജിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പിടികൂടാൻ ശ്രമിച്ചപ്പോൾ തന്റെ പക്കൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിസാഹസികമായാണ് പോലീസ് സംഘം അച്ചുവിനെ പിടികൂടിയത്. തമ്പാനൂർ SI-മാരായ ബിനു മോഹൻ, ശ്രീകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, സുദീപ് തലാൽ, തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശിവപ്രസാദ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കരമന പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലും പ്രതിയാണ് ഇയാൾ. തിരുവനന്തപുരം സിറ്റിയിലെ പേട്ട, ശ്രീകാര്യം, വലിയതുറ, കരമന, പൂജപ്പുര, തമ്പാനൂർ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിലും അച്ചു പ്രതിയാണ്. അന്വേഷണ സംഘം
സാഹസികമായി പിടികൂടിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. കവർച്ചയും തട്ടിപ്പും പലവിധം. വിശ്വസിക്കുന്നവരാൽ കബളിപ്പിക്കപ്പെടുന്ന കാലമാണിത്. താനൂരിലെ വാർത്തയിലേക്കാണിനി. 2 കോടി കവർച്ച ചെയ്ത സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിട്ടുണ്ട്. കൂരിയാട് സ്വദേശി സാദിഖ് അലിയാണ് പിടിയിലായത്. ആക്രമിക്കപ്പെട്ട തെന്നല സ്വദേശിയുടെ ജോലിക്കാരനായിരുന്നു സാദിഖ് അലി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ തെന്നല സ്വദേശിയെ പിന്തുടർന്ന് കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് 2 കോടി രൂപ കവർന്ന കേസിലാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂരിയാട് സ്വദേശി സാദിഖ് അലി എന്ന 35-കാരനാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം മുംബൈയിലേക്കും അവിടെ നിന്ന് വിദേശത്തേക്കും സാദിഖ് അലി കടന്നിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സാദിഖ് വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നു. ആക്രമിക്കപ്പെട്ട തെന്നല സ്വദേശിയുടെ ജോലിക്കാരനായിരുന്നു സാദിഖ് അലി. അങ്ങനെയാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. കസ്റ്റഡിയിൽ വാങ്ങിയ സാദിഖ് അലിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കവർച്ച നടത്താൻ പ്രതികൾ സഞ്ചരിച്ച ഓൾട്ടോ കാർ വാങ്ങിക്കൊടുത്തത് സാദിഖ് അലി ആയിരുന്നെന്ന് തെളിഞ്ഞിരുന്നു. പൂക്കോട്ടൂരിലും വേങ്ങരയിൽ സാദിഖ് അലി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലും സംഭവത്തിനു ശേഷം കാർ ഒളിപ്പിച്ച പാലക്കാടും സാദിഖിനെ തെളിവെടുപ്പിനായി എത്തിച്ചു. കേസിൽ ആദ്യം അറസ്റ്റിലായ മറ്റു പ്രതികളിൽ നിന്നാണ് സാദിഖാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന വിവരം പോലീസിന് ലഭിച്ചത്. പിന്നീട് ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ കരീം തടത്തിൽ, തിരൂർ BP അങ്ങാടി സ്വദേശി ഷാജഹാൻ എന്നിവരുമായി ഗൂഢാലോചന നടത്തി സാദിഖ് അലിയാണ് കൊട്ടേഷൻ സംഘാംഗങ്ങളായ ഡാനി അയൂബ്, രജീഷ്, ഫവാസ് എന്നിവരെ കൂട്ടി ഓഗസ്റ്റിൽ തെന്നൽ സ്വദേശിയുടെ കാർ ആക്രമിച്ച് 2 കോടി രൂപ കവർന്നത്. സംഭവത്തിന് പിന്നാലെ ഗോവയിലേക്ക് കടന്ന സംഘത്തെ പിന്തുടർന്ന പോലീസ് സംഘം ആദ്യം കരീമിനെയും രജീഷിനെയും ഗോവയിൽ നിന്ന് മടങ്ങി വരും വഴി കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്തു. ഫവാസും ഡാനി അയൂബും പിന്നാലെ അറസ്റ്റിലായി. കേസിൽ ഇനി ഷാജഹാൻ മാത്രമാണ് അറസ്റ്റിലാവാനുള്ളത്. ഇയാൾ വിദേശത്താണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സി മലയാളം ന്യൂസ്, മലപ്പുറം. ദിനംപ്രതി സൈബർ തട്ടിപ്പുകളുടെ എത്രയോ വാർത്തകളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് ചില തട്ടിപ്പ് സംഘങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിൽ വീണു പോകുന്നവരും ഏറെയാണ്. തട്ടിപ്പിന് വിധേയരായി എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ആകെയുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഈയടുത്ത് എറണാകുളം വൈപ്പിനിൽ ഒരു വയോധികൻ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സൈബർ തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറം ലോകത്തേക്ക് എത്തുന്നത്. ഞെട്ടിക്കുന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പാണ്. എന്താണ് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ്? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അന്വേഷണ ഏജൻസികളുടെ അറസ്റ്റിന് വിധേയമായിരിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ഈ അന്വേഷണ ഏജൻസിക്ക് കൈമാറണം എന്ന നിലയിലേക്കുള്ള മെസ്സേജുകൾ വരുന്നു, ഫോൺ വിളികൾ വരുന്നു. അതിനനുസരിച്ചുള്ള വീഡിയോ കോളുകളിലേക്ക് നമ്മളെ ബോധപൂർവം വരുത്തുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയമാക്കുന്നത്. പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയമാകേണ്ടി വരുന്നത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ, വയോധികർ, വീട്ടമ്മമാർ തുടങ്ങിയവരൊക്കെ ആകും. പ്രധാനമായും ആദ്യം ഒരു ഫോൺ സന്ദേശം എത്തുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മെസ്സേജ് എത്തുന്നു. താങ്കൾ വിദേശത്ത് അല്ലെങ്കിൽ താങ്കളുടെ ID കാർഡുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു. ഈ ക്രൈമിൽ നിങ്ങൾ പ്രതിയാണെന്ന് തെളിയിക്കുന്ന ചില രേഖകൾ ഈ തട്ടിപ്പിന് ഇരയായ ആളുകളിലേക്ക് ഈ അന്വേഷണ സംഘമെന്ന് പറയപ്പെടുന്നവർ നൽകുന്നു. ഇതിൽ തട്ടിപ്പിന് വിധേയമായ ആൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നാതെ സംസാരം മുഴുനീളെ കൊണ്ടുപോകുന്നതിന് ഈ തട്ടിപ്പുകാർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പ്രധാനമായും തട്ടിപ്പിന് ഇരയാകുന്ന ആളുടെ ID കാർഡുകൾ, മറ്റ് ചില രേഖകൾ, ഇതെല്ലാം തന്നെ മുൻപേ തന്നെ ഈ തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കും. അതുകൊണ്ട് തന്നെ തട്ടിപ്പിന് ഇരയാകുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള സംശയവും തോന്നാൻ വശമില്ല. അത്തരത്തിൽ സംസാരം മുഴുനീളെ കൊണ്ടുപോയതിനു ശേഷം ചില മെസ്സേജുകൾ ഈ തട്ടിപ്പിനിരയായ ആളുടെ മൊബൈലിലേക്ക് അയക്കുന്നു. തട്ടിപ്പിനിരയായ ആളുടെ അക്കൗണ്ടിലെ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില മെസ്സേജുകൾ, OTPകൾ അടക്കം ഈ നമ്പറിലേക്ക് അയക്കുന്നു. സ്വാഭാവികമായും ഈ തട്ടിപ്പിന് താൻ ഇരയായി എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ തട്ടിപ്പിനിരയായ ആളുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും തട്ടിപ്പുകാരിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ വയോധികനായ ഒരാൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൈപ്പിൻ ബ്രാഞ്ചിലേക്ക് എത്തുന്നു. അതിനുശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥനോട്, അധികം ആരോട് സംസാരിക്കാതെ അവിടുത്തെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഈ വയോധികൻ പറയുന്നു തൻ്റെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും മറ്റൊരു അക്കൗണ്ടിലേക്ക് അതിവേഗത്തിൽ മാറ്റണം. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു.
അയാൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു. പക്ഷേ ഈ വയോധികൻ അധികമൊന്നും പറയുവാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥർ തുടർച്ചയായി സംസാരിച്ചതിനെ തുടർന്ന് ഈ വയോധികൻ പറയുന്നു താൻ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി വെർച്വൽ അറസ്റ്റിലാണ്. തന്നെ ഒരു അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തനിക്ക് തുക കൈമാറി വേണം ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുവാനെന്നത്. ഇത് കേട്ട ബാങ്ക് ഉദ്യോഗസ്ഥർ വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിന് താൻ ഇരയായിരിക്കുന്നു എന്നൊരു വിവരം ഈ വയോധികനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ച് സമീപകാലത്തെ ചില വാർത്തകളും മറ്റ് വിശദാംശങ്ങളും എല്ലാം ഈ വയോധികന് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇത് കേട്ട വയോധികൻ ആദ്യം ഞെട്ടലുണ്ടാക്കുകയും ആദ്യമൊക്കെ വിശ്വസിക്കുവാൻ മനസ്സു കാട്ടിയില്ലെങ്കിലും പിന്നീട് താൻ ഒരു തട്ടിപ്പിനിരയായി എന്ന വിവരം വയോധികൻ മനസ്സിലാക്കുന്നു. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ വയോധികന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. തട്ടിപ്പുകാരോട് തുടർച്ചയായി കുറച്ചധികം സമയം കൂടി സംസാരിക്കുവാൻ വയോധികനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വയോധികന്റെ അക്കൗണ്ടിലെ 78,000 രൂപ മുമ്പേ തന്നെ ഈ തട്ടിപ്പുകാർ കൈക്കലാക്കിയിരുന്നു. ഇനി താൻ തട്ടിപ്പിന് വിധേയമാകില്ലെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ട തുക കൂടി തിരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയത്. ഇത്തരത്തിൽ ബാങ്ക് വഴി നഷ്ടപ്പെടുന്ന പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾക്ക് ചില വിവരങ്ങൾ വേണ്ടതായിട്ടുണ്ട്. കുറച്ചധികം നേരവും കൂടി ഈ തട്ടിപ്പുകാരുമായി സംസാരിച്ച് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഈ വയോധികൻ കൈക്കലാക്കുന്നു. തുടർന്ന് പോലീസിലേക്ക് പരാതിയാകുന്നു. അതായത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ വയോധികന് തൻ്റെ അക്കൗണ്ടിലെ വലിയൊരു തുക നഷ്ടമാകാതെ ഇരുന്നത്. ഒരു പക്ഷേ വയോധികൻ പോയ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പ് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ വലിയൊരു തുക തന്നെ ഈ വയോധികന് നഷ്ടമാകുമായിരുന്നു. സമാനമായ നിരവധി തട്ടിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സൈബർ ഇടത്തിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. വെർച്വൽ അറസ്റ്റ് ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന നമ്മളെ ഭയങ്കരമായി ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. വെർച്വൽ അറസ്റ്റ് മേ ബി ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഇടയിലുള്ളവർക്ക് ഡിജിറ്റൽ അവയർനെസ് ഉണ്ടെങ്കിലും സൈബർ സെക്യൂരിറ്റി അവയർനെസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റിൽ എത്ര വിദ്യാഭ്യാസമുള്ളവരും നമ്മൾ മലയാളികൾ പോലും ഇതിലേക്ക് വീണു പോകുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് ED, പോലീസ് അതുപോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭൂരിഭാഗം പേർക്കും ഭയമുളവാക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായിട്ടായിരിക്കാം ഈ അറ്റാക്കേഴ്സ് ഇവരെ സമീപിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലാണെങ്കിലും കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ മറ്റുള്ളവരുമായി ഇടപഴകാൻ സാധിക്കാത്തവരോ ഒക്കെ ആണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു സ്വകാര്യ കാര്യങ്ങളായി മാത്രം ഒതുങ്ങുന്നു. ഇപ്പോൾ നടന്ന ഈ അറസ്റ്റ് പോലും, ഈ സൈബർ അറസ്റ്റ് പോലും ഇത് സൗകര്യപ്രദമായി നമ്മുടെ സ്വകാര്യതയിലേക്ക് ഒതുക്കാതെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ ആളുകളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ പലർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. വെർച്വൽ അറസ്റ്റിന് ഇരയായ നിരവധി ആളുകളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും അത്തരത്തിലുള്ള വാർത്തകളും ആളുകളും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ, സൈബർ ഇടത്തിൽ ഇടപെടുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകളാണ് അനിവാര്യം. മുൻ മന്ത്രി R. ബാലകൃഷ്ണപിള്ള മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വരെ പ്രമുഖരെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ കേസുകളിൽ കുടുങ്ങുന്നവർ വിശ്വാസമർപ്പിക്കുന്ന ജഡ്ജി അമ്മാവൻ. കേസുകളിൽ അകപ്പെടുന്ന പലരും തങ്ങൾക്ക് അനുകൂല നിലപാടുകൾ ഉണ്ടാകാനായി തേടിയെത്തുന്ന ഇടം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന ജഡ്ജി അമ്മാവൻ എങ്ങനെയാണ് ആരാധിക്കപ്പെടുന്ന പ്രതിഷ്ഠയായി മാറിയത്? അപൂർവങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിലൊന്നാണ് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ നിലകൊള്ളുന്ന ചെറുവള്ളിക്കാവ് എന്ന ചെറുവള്ളി ദേവീക്ഷേത്രം. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് ചെറുവള്ളി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ പൊൻകുന്നത്തു നിന്നും 7 കിലോമീറ്റർ അകലെ. ദേവി ചെറിയ വള്ളിയിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നതായി ദർശനം നൽകിയതുകൊണ്ടാണ് ചെറുവള്ളി ദേവീക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ്. ഗണപതി, പരമശിവം, പാർവതി, ദുർഗ, മഹാവിഷ്ണു, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, കൊടുങ്കാളി, വീരഭദ്രൻ, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇവരിൽ ഏറ്റവും പ്രസിദ്ധമായ ഉപപ്രതിഷ്ഠയാണ് ജഡ്ജി അമ്മാവൻ. ചെറുവള്ളി ദേവീക്ഷേത്രം പ്രസിദ്ധമായത് തന്നെ ഈ പ്രതിഷ്ഠയുടെ പേരോടെയാണ്.
മറ്റൊരു ക്ഷേത്രത്തിലും ദർശിക്കാൻ ആകാത്ത പ്രതിഷ്ഠയാണ് ചെറുവള്ളി ദേവീക്ഷേത്ര സങ്കേതത്തിലുള്ള ജഡ്ജി അമ്മാവൻ പ്രതിഷ്ഠ. സത്യസാക്ഷിയായി ഒരു ജഡ്ജി പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏക ക്ഷേത്രം. കേസിൽപ്പെടുന്ന സാധാരണക്കാരും പ്രമുഖരും അടങ്ങുന്ന പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും വിശ്വാസം അർപ്പിക്കുന്ന ജഡ്ജി അമ്മാവൻ ആരെന്ന് നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ ധർമ്മരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ ഒരു ന്യായാധിപനായിരുന്നു ഗോവിന്ദപിള്ള. സത്യസന്ധനും നിഷ്പക്ഷനുമെന്ന് പറയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന് ഒരു കേസിൽ സ്വന്തം അനന്തരവനെ പ്രതിയായി വിസ്തരിക്കേണ്ടി വന്നു. തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനന്തരവന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. പിന്നീടാണ് തന്റെ വിധി തെറ്റായി പോയെന്നത് ഗോവിന്ദപിള്ളയ്ക്ക് മനസ്സിലായത്. കുറ്റബോധം താങ്ങാനാവാതെ അദ്ദേഹം രാജാവിനോട് തനിക്ക് സ്വയം ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം രാജാവ് അംഗീകരിച്ചു. തനിക്ക് വേദനയോടെയുള്ളൊരു മരണം വേണം, കാലുകൾ മുറിച്ചു മാറ്റി മരത്തിൽ കെട്ടിത്തൂക്കി മരിക്കണം. ഇതായിരുന്നു ഗോവിന്ദപിള്ളയുടെ ആവശ്യം. ഈ ആവശ്യം രാജാവ് നടപ്പിലാക്കി. എന്നാൽ ക്രൂരമായി മരിച്ച പിള്ളയുടെ ആത്മാവ് അലഞ്ഞു തിരിയുകയും പല ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ശാന്തനാക്കാനായി കോട്ടയം ജില്ലയിലെ ചെറുവള്ളി ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ ഒരു കല്ലിൽ പ്രതിഷ്ഠിച്ചു. ഈ പ്രതിഷ്ഠയാണ് പിന്നീട് ജഡ്ജി അമ്മാവൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതാണ് ഐതിഹ്യം. 1978-ലാണ് ഈ ഉപദേവതാ പ്രതിഷ്ഠ ഔദ്യോഗികമായി സ്ഥാപിച്ചത്. പിന്നീട് നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരും അഭിഭാഷകരും പോലീസുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ജഡ്ജി അമ്മാവനെ തേടിയെത്തി. നാളികേരമുടച്ചും വഴിപാടുകൾ നടത്തിയും പ്രാർത്ഥിച്ചാൽ നിയമപരമായ തടസ്സങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പലരുടെയും വിശ്വാസം. നാലമ്പലത്തിന് പുറത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലാണ് ആറുകൊല സങ്കല്പത്തിലുള്ള ഈ പ്രതിഷ്ഠ നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചകളിൽ രാത്രി ദേവിയുടെ നടയടച്ച ശേഷം ഇവിടെ നട തുറന്ന പൂജ നടത്താറാണ് പതിവ്. രാത്രി 8 മുതൽ 8:45 വരെയാണ് സമയം. ഈ സമയത്തിനിടയിൽ ദർശനം നടത്തി മടങ്ങണം. ഭക്തർ തന്നെയാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. നാളികേരവും പൂവും പഴവുമാണ് പൂജാവസ്തുക്കൾ. കരിക്കഭിഷേകവും അടനിവേദ്യവും പ്രധാന വഴിപാടാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. കോടതി നടപടികൾ കാത്തിരിക്കുന്നവരാണ് പൊതുവെ ജഡ്ജി അമ്മാവനെ ക്ഷേത്രത്തിൽ കാണാൻ വരാറുള്ളത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത, മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രമുഖർ ഇതിൽ ഉൾപ്പെടുന്ന ചിലരാണ്. IPL വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് 2013-ൽ പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഇവിടെ ദർശനം നടത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് 2022-ൽ ഇവിടെ എത്തി. ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും ദർശനം നടത്താൻ എത്തിയിരുന്നു. ഏത് സങ്കീർണമായ പ്രശ്നങ്ങളിലും ജഡ്ജി അമ്മാവൻ ഒത്തുതീർപ്പുണ്ടാക്കുമെന്നാണ് വിശ്വാസം. ദുരിതമോചനത്തിനായി ജാതിഭേദമന്യേ രാജ്യത്ത് നിന്ന് അകത്തും പുറത്തുമായി നിരവധി പേരാണ് ജഡ്ജി അമ്മാവനെ കാണാൻ എത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.